പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ആ വാർത്തയിലേക്കാണ്. കന്യാകുമാരിയിൽ പള്ളിപ്പെരുന്നാൾ അലങ്കാര ക്രമീകരണത്തിനിടെ വൈദ്യുതാഘാതമേറ്റ് 4 പേർ മരിച്ചു. പുത്തൻതുറയിൽ സെന്റ് ആന്റണീസ് ചർച്ചിലാണ് സംഭവം. പുത്തൻതുറ സ്വദേശികളായ മൈക്കിൾ പിന്റോ, മരിയ വിജയൻ, അരുൺ സോബൻ, ജസ്റ്റിസ് എന്നിവരാണ് മരിച്ചത്. ഇരുമ്പ് ഗോവണി വൈദ്യുത ലൈനിൽ തട്ടിയാണ് ഈ ദാരുണമായ അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. സജയൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സജയൻ, വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വൈദ്യുതാഘാതമേറ്റ 4 പേർ മരിച്ചു എന്നുള്ള വിവരം പുറത്തുവരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അരുൺ മോഹനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വളരെ ദാരുണമായ ഒരു സംഭവമായി പോയല്ലോ ഇത്. ഭവ്യ, തീർച്ചയായും വളരെ ദാരുണമായ വളരെ ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണത്ത് ഒരു പള്ളിപ്പെരുന്നാളിനിടെയായിരുന്നു ഈ ഒരു ദുരന്തം ഉണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇവിടെ അലങ്കാര ദീപത്തിൽ ഒരു വൈദ്യുതി ലൈനിൽ തട്ടിയ ഒരു ഇലക്ട്രിക് ഇത് തട്ടിയായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 പേരാണ് ഇവിടെ മരിച്ചത് എന്നാണ് നമുക്ക് അറിയുന്നത്. 4 പേരെയും ഇപ്പൊ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ വളരെ 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 ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ എല്ലാം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയുന്നത്. അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.